ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള കൊളാജൻ നമുക്ക് ഭക്ഷണത്തിലൂടെ എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം എന്നുള്ളതാണ്. ഏതൊക്കെയാണ് മെയിൻ സോഴ്സ്, കൊളാജൻ നമുക്ക് കിട്ടാനുള്ള മെയിൻ സോഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കിന്ന് നോക്കാം. ഇപ്പോൾ പലരും കൊളാജൻ പൗഡേഴ്സാണ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. കൊളാജൻ പൗഡേഴ്സ് ഉപയോഗിക്കുന്നത് ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. ഒരുപാട് പേര് കൊളാജൻ പ്രൊഡക്ട്സൊക്കെ, കൊളാജൻ പൗഡേഴ്സൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് കൊളാജൻ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയാൽ മതി. അത് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള 5 കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യമായിട്ട് കൊളാജൻ നമുക്ക് ബോഡിയിൽ കൂടണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പ്രോട്ടീനാണ്. നമ്മുടെ ബോഡിയിലുള്ള ഒരു പ്രോട്ടീൻ തന്നെയാണ് കൊളാജൻ എന്ന് പറയുന്നത്. ഈ കൊളാജൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി കൂട്ടാനും അതുപോലെ അതിൻ്റെ ഫേംനെസ് നിലനിർത്താനും, നമ്മുടെ സ്കിന്നിന് മാത്രമല്ല അതുപോലെ തന്നെ നമ്മുടെ ജോയിൻസ്, എല്ലുകൾക്കൊക്കെ നല്ല ബലം ഉണ്ടാവാനും, ജോയിൻസ് സ്മൂത്തായി വർക്ക് ചെയ്യാനും, മസിൽസ്, ടെൻഡൻസ്, ഇതിൻ്റെയൊക്കെ പ്രോപ്പർ പ്രവർത്തനങ്ങൾക്കും ഒക്കെ കൊളാജൻ വളരെയധികം ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഏജ് കൂടുമ്പോൾ ഒരു 30+ ഒക്കെ ആകുമ്പോൾ നമ്മുടെ കൊളാജൻ നാച്ചുറലി നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു വരും. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് ഫുഡ്സാണ് ആദ്യം നോക്കുന്നത്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ബോൺ ബ്രോത്താണ്. ബോൺ ബ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ല് സൂപ്പ് എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യമാണ്. ഇത് വളരെയധികം നല്ല ഒരു കൊളാജൻ്റെ ഒരു എന്താ പറയുക, ഒരു പവർ ഹൗസ് എന്ന് തന്നെ പറയാം. അത്രയും കൊളാജൻ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ബോൺ ബ്രോത്ത് നമ്മൾ വളരെ മെല്ലെയാണ് കുക്ക് ചെയ്യുന്നത്. ഇങ്ങനെ മെല്ലെ വളരെ സമയമെടുത്ത് കുക്ക് ചെയ്യുമ്പോൾ അതിലുള്ള, അതായത് ഈ ബോൺസിലുള്ള കൊളാജൻ, അതുപോലെ ഈ അതിൻ്റെ കണക്റ്റീവ് ടിഷ്യൂലൊക്കെയുള്ള കൊളാജൻ ഡയറക്റ്റായിട്ട് ഈ ഒരു ബ്രോത്തിലേക്ക് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് കൊളാജൻ നല്ല രീതിയിൽ കിട്ടാൻ ഈ ഒരു ബോൺ ബ്രോത്ത് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ കൊളാജൻ നമ്മൾ ഈ ബ്രോത്തിലോട്ട് വരുന്ന കൊളാജൻ അത് ബ്രേക്ക് ഡൗൺ ആയിട്ട് ജെലാറ്റിൻ ആവുന്നുണ്ട്. ഈ ജെലാറ്റിനിൽ പ്രോലിൻ അല്ലെങ്കിൽ ഗ്ലൈസിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അമിനോ ആസിഡ്സ് ഉണ്ട്. ഈ അമിനോ ആസിഡ്സ് കൊണ്ടാണ് കൊളാജൻ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ബോഡിയിൽ ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള കൊളാജൻ കിട്ടാൻ സഹായിക്കുന്ന ഒരു ഫുഡാണ്. ഇനി ഇത് നമുക്ക് കുറച്ചുകൂടെ ഇതിൻ്റെ ഒരു ആഗിരണം കൂട്ടണം, അല്ലെങ്കിൽ കൊളാജൻ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ബോൺ ബ്രോത്ത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇടാം. അതായത് നമുക്ക് പാലക്ക് അല്ലെങ്കിൽ മല്ലിയില പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വിറ്റാമിൻ സി കൂടെ ആവശ്യമാണ് കൊളാജൻ പ്രൊഡക്ഷനും അതുപോലെ കൊളാജൻ നിലനിർത്താനും വേണ്ടിയിട്ട്. അപ്പോൾ വിറ്റാമിൻ സിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെറുനാരങ്ങ നീര് അവസാനം പിഴിഞ്ഞൊഴിക്കാം. ഇങ്ങനെ കഴിക്കുമ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ എഫക്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ബോൺ ബ്രോത്താണ്. അടുത്ത രണ്ടാമത്തേതെന്ന് പറയുന്നത് ബെറീസാണ്. ബെറീസ് ഫ്രൂട്ട്സിൽ നമുക്ക് സ്ട്രോബെറീസ് അല്ലെങ്കിൽ ബ്ലൂബെറീസ്, മൾബെറീസ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ പോമഗ്രാനൈറ്റ് ഇൻക്ലൂഡ് ചെയ്യാം. മാതളം അല്ലെങ്കിൽ ഉറുമാമ്പഴം എന്നൊക്കെ പറയുന്ന പോമഗ്രാനൈറ്റും ഇത് നല്ല ഒരു കൊളാജൻ ബൂസ്റ്ററാണ്. കൊളാജൻ ബൂസ്റ്റർ എന്ന് മാത്രമല്ല, കൊളാജൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്ന് മാത്രമല്ല, ഇത് നമ്മുടെ ബോഡിയിലുള്ള കൊളാജനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ബോഡിയിലുള്ള കൊളാജനെ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നവയാണ്. അതായത് നമുക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് ബോഡിയിൽ കൊളാജൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാകും. അതായത് ഫ്രീ റാഡിക്കൽസ് ഒക്കെ കൊണ്ട് കൊളാജൻ വിഘടിച്ചു പോകും. ഈ വിഘടിച്ചു പോകുന്ന കൊളാജനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ്. അതുകൊണ്ട് തന്നെ ഇത് കൊളാജൻ പ്രൊഡക്ഷനെ കൂട്ടുകയും നമുക്കുള്ള കൊളാജനെ ഒരു ഷീൽഡ് പോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മുടെ കൊളാജനെ അതുപോലെ തന്നെ നിലനിർത്താനും ഈ ഒരു ബെറീസും അതുപോലെ പോമഗ്രാനൈറ്റും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നട്ട്സും അതുപോലെ സീഡ്സും ആണ്. നട്ട്സും സീഡ്സിലും നമ്മുടെ ആൽമണ്ട്സ് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, വാൾനട്ട്സ് ഇതിലൊക്കെ ധാരാളമായിട്ട് സിങ്ക്, കോപ്പർ, അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷന് ആവശ്യമാണ്. സിങ്കും കോപ്പറും പോലുള്ള മിനറൽസ് നമ്മുടെ കൊളാജൻ്റെ പ്രൊഡക്ഷന് ആവശ്യമാണ്. അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡാണ് നമ്മുടെ ഈ ഒരു
കൊളാജനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ സഹായിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇതൊക്കെ നമുക്ക് നട്ട്സിലെയും സീഡ്സിലെയും കൂടെ കിട്ടും. അപ്പോൾ നമുക്ക് ഡെയിലി കുറച്ച് നട്ട്സ് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ഇതിലേതെങ്കിലും നട്ട്സ് അല്ലെങ്കിൽ പംകിൻ സീഡ് പോലുള്ള സീഡ്സ് ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് മൂലം ഈ മിനറൽസ്, അതായത് സിങ്ക്, കോപ്പർ പോലുള്ള മിനറൽസ് നമുക്ക് കിട്ടുന്നത് മൂലം നമ്മുടെ ആ ഒരു കൊളാജൻ പ്രൊഡക്ഷനെ എൻഹാൻസ് ചെയ്യാൻ അത് സഹായിക്കുന്നതാണ്. അടുത്ത 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി, അതായത് വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി ഒരു നെല്ലിക്ക കഴിക്കുക എന്നുള്ളതാണ്. ആയുർവേദത്തിലൊക്കെ നെല്ലിക്ക നമ്മുടെ യൗവനം നിലനിർത്താൻ വേണ്ടിയിട്ട് നെല്ലിക്ക പറയുന്നുണ്ട്. നെല്ലിക്ക ഡെയിലി ഓരോ നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ്. വിറ്റാമിൻ സി വളരെ റിച്ച് ആണ്. അതുപോലെ തന്നെ നമുക്ക് അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സിട്രസ് ഫ്രൂട്ട്സ്, ചെറുനാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച് പോലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റായിട്ട് നെല്ലിക്ക ഡെയിലി ഓരോന്ന് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനെ കൂട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് എഗ്ഗാണ്. മുട്ട നമ്മുടെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രോലിൻ എന്ന് പറഞ്ഞിട്ടുള്ള അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു അമിനോ ആസിഡ് കൊണ്ടാണ് നമ്മുടെ ഭൂരിഭാഗവും കൊളാജൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൊളാജൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോലിൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ മുട്ട കഴിക്കുന്നത് മൂലം നമുക്കിത് ധാരാളമായിട്ട് കിട്ടുന്നതാണ്. അതുപോലെ മുട്ടയുടെ മഞ്ഞയിൽ വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. ഈ വിറ്റാമിൻ ഡിയും നമ്മുടെ കൊളാജനെ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മുട്ടയും നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഡെയിലി റൊട്ടീനിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അതുകൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള കൊളാജൻ നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് നാച്ചുറലായിട്ട് ഫുഡിലെ തന്നെ കിട്ടുന്നതാണ്. അല്ലാതെ നമ്മൾ പുറമേ സപ്ലിമെൻറ്റ്സിനൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്